ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് ക്യൂട്ട് കപ്കിൻ. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കടക്കാം. ഓക്കെ, 1A കൊടുത്ത് ഇത് ഇപ്രാവശ്യത്തെ ഫോമാറ്റ് തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1A കൊടുത്തിട്ടുള്ളത് എ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലീസ് ഗിവൺ. ഫിൽ ദി മിസ്സിംഗ് വൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949, പിന്നെ ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. ഇത് നമ്മളെ ചാപ്റ്റർ തന്നെ ഒരു പദസൂര്യൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കിനി എഴുതാം. അവിടെ ബാക്കി കൊടുത്തതിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് എഴുതേണ്ടത്. ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days കൊടുത്തിന്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഈ പദസൂര്യനിൽ എന്തൊക്കെ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെ എഴുതണമെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി കോഡ് ഓഫ് ലോസ് ഫോളോഡ് ബൈ അവർ കൺട്രി അൺടിൽ വി ബിക്കേം എ റിപ്പബ്ലിക്. നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിന് ആകുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തൊരു കോഡ് ഓഫ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ആക്ട് ഇന്ത്യ ആക്ട് ആണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണോ, ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആണോ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണോ? നമ്മൾ കറക്റ്റ് ഇത് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തൊരു സംഭവം തന്നെയാണ്. അത് നമ്മൾ ബ്രിട്ടീഷ് വരുന്നത് വരെ നമ്മൾ റിപ്പബ്ലിക് ആകുന്നത് വരെ നമ്മൾ യൂസ് ചെയ്തതാണ് ഈ ഒരു കോഡ് ഓഫ് ലോ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ 1Bയിൽ 2 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത 1B ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. ഒബ്സർവ് ദി പിക്ചറൈസേഷൻ റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, കംപ്ലീറ്റ് ദി മിസ്സിംഗ് പാർട്ട്. ഓക്കെ, അമെൻമെൻറ്റ് 1, നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. അമെൻമെൻറ്റ് 86 ആണ്. അമെൻമെൻറ്റ് 86ഉം അമെൻമെൻറ്റ് 101 എഴുതേണ്ടത്. ഇനി ഈ അമെൻമെൻറ്റ് 101 നമ്മളെന്താണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് എ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ആയിരുന്നു. ഈ ഒരു അമെൻമെൻറ്റിന് ശേഷമാണ് ആ ഒരു സംഭവം വന്നതെന്ന് അതേ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ 101 വന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് കേട്ടോ. GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. പിന്നെ അമെൻമെൻറ്റ് 86 വന്നത് എഡ്യൂക്കേഷൻ ബിക്കെയിം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന അവകാശമായി മാറി. ബി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു ഡെഫിനിഷൻ കൊടുത്ത്. പ്രിപ്പയർ എ നോട്ട് ഡീറ്റെയിലിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ താഴെ തന്നെ ഓക്കെ ഇതാണ് നമ്മൾ ബി ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ എ നോട്ട് ഡീറ്റെയിലിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതിയാൽ മതി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്തോട് സമയം അനുസരിച്ച് ഓരോരോ ചേഞ്ചസ് വരുത്തും. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ്. അടുത്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ആസ് ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. നമ്മുടെ സോഷ്യലായിട്ടുള്ള ഡിമാൻഡ്സ്, സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഡിമാൻഡ്സ് കാര്യങ്ങൾ, അത് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് എക്സ്പ്ലെയിൻസ് ഹൗ അമെൻമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അമെൻമെൻറ്റ്സ് എങ്ങനെയൊക്കെ മാറ്റാമെന്ന്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368 എന്ന ആർട്ടിക്കിൾ പ്രകാരം പാർലമെൻറ്റ് ഹാസ് ദി പവർ ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻഡ്. ഇതെന്താ പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്.
നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുള്ള 368 ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ട റൈറ്റ് ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മാറ്റാൻ അവർക്ക് ഒരവകാശമില്ല. ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അത് തന്നെയായിരിക്കണം. ബട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇന്ത്യേൻ്റെ കൊടിയും പിടിച്ചിട്ട് ബാക്കി ഒരാൾ ബാക്കിൽ നിന്ന് ലീഡ് ചെയ്യുന്നത്. ദി ആൻറ്റി ബ്രിട്ടീഷ് agitations of the national level achieved an organized dimension through the formation of Indian National Congress. ഓക്കെ, അവിടെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് റീജിയണൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുൻപേ വന്ന ഓർഗനൈസേഷൻസ്, ഇന്ത്യയിലുണ്ടായ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ ആൻസർ ഈ ഒരു പാരഗ്രാഫിലാണ് അതിൻ്റെ ആൻസർ ഉള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 വാസ് ദി ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ. Soldiers, tribals, kings and feudal lords, peasants and many other groups participated in this struggle. This movement helped the people develop a sense of nationalism based on religious harmony. The strengthening of nationalism led to the formation of many regional organizations against a foreign domination in different parts of India. Okay, അത് ഏതെല്ലാമാണ് നോക്കുന്നത്. ഓക്കെ, അവിടെ 3 പോയിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ആ 3 ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ ആൻഡ് പൂനെ സാർവജനിക് സഭ. അത് ഏതാ വേണ്ടത് നമ്മൾ അതിൻ്റെ ആൻസറിന്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻസ് നാഷണൽ കോൺഗ്രസ് ഇൻ ദി ബിഗിനിങ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കത്തിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഇതേ പാരഗ്രാഫ് തന്നെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം എവിടെയുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് ഉത്തരം എന്താ വെച്ചാൽ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് വേർ ടു ബ്രിങ് ദി പ്രോബ്ലംസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇൻ ടു ഇന്ത്യ to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. അതാണ് ഇതിൻ്റെ ആൻസർ. തേർഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. A girl named Panchani was denied school admission due to the marginalization that existed in society. വാട്ട് ഈസ് മെൻ ബൈ മാർജിനലൈസേഷൻ? ഇവിടെ ഒന്നും എഴുതണ്ട, എന്താണ് മാർജിനലൈസേഷൻ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ആൻസർ ഇതാണ്. മാർജിനലൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദി പ്ലേസസ് വേർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. അവർക്ക് ഈക്വൽ കൺസിഡറേഷൻ കിട്ടേണ്ട സ്ഥലത്തുനിന്ന് അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക. സം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യുന്നൊരു പരിപാടി എന്നത് മാർജിനലൈസേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് നോക്കാം. ബി ദ വേൾഡ് അറൗണ്ട് അസ് ഷുഡ് ബി അക്സസിബിൾ ടു ഓൾ അലൈക്ക്. നമ്മൾ പുറത്തുള്ള ലോകം നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും അലൈക്ക് ആയിട്ടുള്ള അക്സസിബിലിറ്റി ഉണ്ടാവണം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഐ അഗ്രി ദാറ്റ് ദി വേൾഡ് ഷുഡ് ബി അക്സസിബിൾ ഫോർ എവറി വൺ. All people have equal rights to use public places and services. Facilities like ramps, clear signs and proper pathways help everyone move easily. When the world is accessible, it creates equality and allows all people to live with dignity. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ആക്ടിവിറ്റിയാണ്. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 7th century ആൻഡ് 12th century. അതൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദി ചാർട്ട് റിലേറ്റഡ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഈ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. ഈ നമ്മൾ 3 എന്താണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ളൊരു ഇതാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും 3 അവിടെ ഇല്ലാത്ത ഏതെങ്കിലും 3 സെലക്റ്റീവായിട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി റൈറ്റിംഗ്സ് ഓഫ് ദി ആൾവാർ നോൺ ആസ്? ആൾവാർ അവരുടെ
റൈറ്റിങ്സിന് എന്താ നമ്മൾ വിളിക്കുക? ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 4000 ദിവ്യപ്രബന്ധാണ് നമ്മൾ ആർവാസിൻ്റെ റൈറ്റിങ്സിനെ വിളിക്കുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി പോയറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഹു പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ ഹിംസ് ദോഹാസ്. ദോഹാസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ അത് ആരാണെന്ന് മനസ്സിലാവും, നമ്മൾ കബീറാണല്ലേ. കബീറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഫാക്ട്സ് അബൌട്ട് റൂളിംഗ് പീരീഡ് ഓഫ് ദി മുഗൾ എംപറർ ഇസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദി ബ്ലാങ്ക്സ് വിത്ത് ദി പോയിൻറ്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്. നമുക്ക് അക്ബറിൻ്റെ റൂളിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് പറയുന്നത്. ഇബാദത്ത് ഖാന എന്താണ്? ഇബാദത്ത് ഖാന എന്ന് വെച്ചാൽ ഒരുപാട് സ്കോളേഴ്സും ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ റിലീജിയനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വേദിയാണ് ഇബാദത്ത് ഖാന. ക്യാപിറ്റൽ സിറ്റി ഇബാദത്ത് ഖാന അക്ബർ ഒരു ക്യാപിറ്റൽ സിറ്റിയിലായിരുന്നു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേതാണ്? ഫത്തേഹ്പൂർ സിക്രി. ഓക്കെ, ഫത്തേഹ്പൂർ സിക്രിയാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റിൽ എന്ത് ചെയ്യേണ്ടത്? വേർ സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് മീറ്റ് ആൻഡ് talk about the good aspects of their religions. Okay, write a note on Mansabdari system implemented by Emperor Akbar. അക്ബർ ക്രിയേറ്റ് ചെയ്തൊരു സിസ്റ്റം ആണല്ലേ മൻസബ്ദാരി സിസ്റ്റം. അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് ചെയ്താണ് പറയുന്നത്. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ഇതിൽ എഴുതേണ്ടത് Mansabdari was the military system implemented by Akbar for this purpose. According to this system, each officer had a regiment under him. The title Mansab refers to the number of cavalry each officer required to maintain. The rank of Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative maintained army paying directly from the state exchequer. Mansabdars were allotted to land according to their lands. Okay, Mansabdar maintained his army by collecting tax from the allotted land from them. അതുവരെ എഴുതിയാൽ മതി, ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. ഇങ്ങനെ ഇതാ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് 5B. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി എംപയർ വിജയനഗര. ഇപ്പോൾ വിജയനഗര എംപയറിൽ ഇല്ലാത്ത, ഓക്കെ, നോട്ട് ഇൻക്ലൂഡഡ് ഈ സ്റ്റേറ്റ്സിൽ നിന്ന് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഗുജറാത്ത്. ഗുജറാത്താണ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് വിജയനഗര എംപയറിൽ ഇല്ലാത്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദി എക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര എംപയർ ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഗിവൺ. താഴെ കൊടുത്തുള്ള ഹിൻസ്. ടാക്സ്, ട്രേഡ്, ഇത് ബന്ധപ്പെട്ടിട്ട് എക്കണോമിക് ആയിട്ടുള്ള വിജയനഗരൻ്റെ എക്കണോമിക് കണ്ടീഷനെ കുറിച്ചൊരു ഒരു നോട്ട് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തൊരു ഇതാണ് ട്രേഡിനെ കുറിച്ചും ലാൻഡിനെ കുറിച്ചും. The land was surveyed and taxed according to productivity. Apart from land tax, the main sources of revenue to the government were professional tax, building tax, license fees of various fines imposed by courts. Next, trading ne kuricha parayunnu. Vijayanagara developed into a major trading center. Trades from different parts of India and the world flocked to famous cities of Vijayanagara. The rulers greatly encouraged foreign trade. The Portuguese and Arabs had monopoly over foreign trade. Trade was also done with China and Sri Lanka. ഇത് മാർക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 6th ആക്ടിവിറ്റി ആണ്. Bhakti Sufi movements in medieval India had a crucial role in reducing the hierarchical issues and social inequality and to create an atmosphere of peace and harmony. A question, write your ideas to explain this statement. മേലെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് Bhakti Sufi movements in medieval India had a crucial role in reducing hierarchical issues and social inequalities. നല്ല പീസ് ആൻഡ് ഹാർമണിയസ് ആയിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്തി മൂവ്മെൻറ്റ്, സൂഫി മൂവ്മെൻറ്റ് ഒരു മേജർ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് എഴുതണം? ഒരു നോട്ട് എഴുതണം. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഭയങ്കര ഷോർട്ടായിട്ട് എഴുതിയാൽ മതി ആൻസർ. ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ് taught equality, love and devotion to God.
They rejected caste discrimination and rituals, bringing people together. This helped reduce social inequality and created peace and harmony in society. ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു നോട്ടാണ്. ഇങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നെയിം ദി ഡിവോഷണൽ സോങ് റെൻഡേർഡ് ഇൻ സ്പെഷ്യൽ ചാൻഡിങ് കോൾഡ് സാമ ഇൻ ദി സൂഫി സെൻറ്റേഴ്സ്. സൂഫി സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഖവാലീസാന്ന് ഓർക്കുക. സൂഫി സെൻറ്റേഴ്സിൽ മാത്രമാണ് ഖവാലീസ് എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ സോങ് അവർ പാടുന്നത്. വചൻസ് പിന്നെ മറ്റേ നമ്മളെ ബസവണ്ണേൻ്റെ വേദിയിൽ അനുഭവ മണ്ഡലത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ദോഹാസ് കബീറിൻ്റെ വചനങ്ങളാണ്. പിന്നെ ഭജൻസ് മറ്റേ ഭജനങ്ങളാണ്. അതെന്തായാലും മുസ്ലിംസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെടില്ല നമുക്കറിയാമല്ലേ. അപ്പോൾ ഖവാലീസ് തന്നെ. ഇത്രയുള്ള നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ മാത്രമായിട്ട് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. Until next time, it's me, Cupkin. Bye bye.